ആസിഫ് അലി അപർണ ബാലമുരളി രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. കിഷ്കിന്ദ കാണ്ഡം. തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഞങ്ങൾക്ക് അത്രയധികം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞങ്ങൾ അതുപോലെ തന്നെ നല്ലവണ്ണം പുകഴ്ത്തിയാണ് ആ സിനിമയെക്കുറിച്ച് റിവ്യൂ ഇട്ടിട്ടുള്ളത്. കാരണം അത്രയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊന്നിക്കുന്ന ഒരു സിനിമ, അതുകൂടാതെ ജീത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ, അത് മാത്രം മതി ഈ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷ തരാനും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളൊരു ഫീൽ വരുത്താനും. മിറാഷ് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ നമുക്ക് ടീച്ചർ കണ്ടു നോക്കാം. മാതൃശ്ശേരിയാണോ? എന്താണിത്? I think I can tell you one thing. You are in serious trouble. ഭയങ്കര ഇഷ്ടപ്പെട്ടു. Fate that you get closer. ഓ ശരിക്കും നല്ല ക്രിയേറ്റീവ് ആയിട്ടാണല്ലേ ചെയ്തേക്കുന്നത്. ഒരു ടീസർ ഇത്രയും മനോഹരമായിട്ട് അടിപൊളി എഡിറ്റ്, ആ സൗണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആ എഡിറ്റിങ്, ആ ഒരു വിഷ്വലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ ആ ഒരു സ്റ്റോറിയിലെ എലമെന്റ്സ് ഓരോന്നും അവർ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇതൊരു എനിക്ക് പെട്ടെന്ന് കിട്ടിയ സംഭവമാണ്. അതായത് അവര് സേഫിൽ ഇതിന്റെ എന്തെങ്കിലും ക്ലൂ കാര്യങ്ങളോ അവർക്ക് കിട്ടും ആവണമെന്നില്ല, അതൊരു പോസ്റ്റ് ബോക്സ് ആവാനും ചാൻസ് ഉണ്ട്. അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് വരുന്ന പോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈച്ച് ടൈം അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സേഫ് എപ്പോഴും പോയിട്ട് ഓപ്പൺ ചെയ്യില്ലല്ലോ. അപ്പൊ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ ഒക്കെ അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കിട്ടുന്നുണ്ട്. അപ്പം അവർ അത് വെച്ചിട്ടാണ് ഈ ഹോൾ തിങ് പോകുന്നത്. എന്താണെങ്കിലും ലൈക്ക് എന്തോ ഒരു ത്രില്ലർ സസ്പെൻസ് അങ്ങനത്തെ ഒരു ലെവലാണ്. കാരണം ഇതിനകത്ത് അവർ എഴുതി കാണിച്ചിട്ടുണ്ട് ജീത്തു ജോസഫ് പസിൽ മൂവി. അപ്പൊ ഇതൊരു പസിലാണ്, അതല്ലെങ്കിൽ അതുപോലെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ വളരെ മിസ്റ്ററി നിറഞ്ഞിട്ടുള്ള ഒരു കഥ തന്നെയാണ്. അതിനെ കറക്റ്റായിട്ട് കാണിക്കുന്ന ഒരു ടീസറാണ്. അതെ, ശരിക്കും നല്ല ക്രിയേറ്റീവ് ആണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഫസ്റ്റ് ഇത് തന്നെ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് എന്തൊക്കെയോ ക്ലൂകൾ തരുന്ന പോലത്തെ ഒരു കാണാനുള്ള ഈഗർനെസ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീസറാണ്. ഇത്രയും അടിപൊളി ഒരു ടീസർ. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അതൊരു പോസ്റ്റൽ സംഭവങ്ങളൊക്കെ വരുന്നു. അപർണ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് വരുന്ന പോസ്റ്റൽ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ആസിഫ് അലി ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പോസ്റ്റൽ സംഭവങ്ങൾക്ക് പുറകിലുള്ള മിസ്റ്ററി എന്തോ ആവാം, ചിലപ്പോൾ ഭീഷണിയാവാം, കുറേ സംഭവങ്ങളൊക്കെ ആവാം. ഇതൊക്കെ ആണെന്ന് തോന്നുന്നു. ആസിഫ് അലി അപർണയുടെ കൂടെ നിൽക്കുകയും അപർണയെ കേറ്റർ ചെയ്തിട്ടുള്ള പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് യു ആർ ഇൻ സീരിയസ് ട്രബിൾ എന്നാണ് ആസിഫ് പറയുന്നത്. അപ്പം എനിവേ അങ്ങനത്തെ ഒരു ലെവലുള്ള ഇതിൽ ആസിഫ് അപർണയെ ഹെൽപ്പ് ചെയ്യുന്നു, അതിന്റെ കൂടെ നിൽക്കുന്നു. പിന്നെ അവനും ആ ത്രെട്ട് ചിലപ്പോൾ വരുമായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും കുറെ കഥകൾ ഇമാജിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഇനിയിപ്പോ അടുത്ത് എന്തെന്നുള്ളൊരു സാധനം സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ വീണിട്ടുണ്ട്. സോ വാട്ട് ഇറ്റ് വിൽ ബി എന്നുള്ള ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കയറി അത്രയും അതിനെ ഹുക്ക് ചെയ്യാൻ പറ്റും. ഹുക്കിംഗ് ഫീൽ ആ ഒരു എലമെന്റ് ഇതിന് ശരിക്കും ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള മികച്ച ടീസറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സിനിമ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ട്രെയിലറിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം ഒരു മികച്ച സിനിമ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ളത് കമന്റിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.